ഇസ്ലാമിനെ കുറിച്ച്, അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തെ കുറിച്ച്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിർമ്മാണാത്മകമായ മുസ്ലിം യുവത്വത്തിന് ചേർന്നതല്ല എന്നതാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ഈ നവയൗവനം നൈതിക രാഷ്ട്രീയത്തിന് എന്ന പ്രമേയത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നീതിയുക്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സമുദായം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണവുമായി മുന്നോട്ട് പോകുവാൻ ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണമാണ്. ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണം എന്ന് പറയുന്നത് ജനതാദളിനെ പോലെ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ വീക്ഷണമാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഇവിടെയുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വേറിട്ട ഒരു ശബ്ദം പുറപ്പെടുവിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സാധ്യമേയല്ല. ഇന്ത്യ രാജ്യത്ത് വേറിട്ട ഒരു സംഘം, അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് വിവാദമുണ്ടായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. അഥവാ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ഒരു പ്രായപരിധി നിശ്ചയിക്കണം എന്ന ഒരു നിയമം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ കൊണ്ടുവന്നു. അങ്ങനെ പാർലമെന്റിൽ ഈ നിയമം വന്നപ്പോ എല്ലാ ആളുകളും ഈ നിയമത്തിന് അനുകൂലമായി കൈപൊക്കി. പക്ഷേ പരിപൂർണമായും ശരീഅത്തിന് വിരുദ്ധമായിരുന്നു ഈ ബില്ല്. എന്നിട്ടും ഈ ബില്ല് എല്ലാവരും പരിപൂർണമായി പാസാക്കി. ഇങ്ങനെ പാസാക്കിയെടുത്ത ഘട്ടത്തിൽ ആരും ഈ ബില്ലിന് എതിരായിട്ട് പറയാനില്ല. അങ്ങനെയാണ് പാർലമെന്റിന്റെ അങ്ങേ മൂലയിൽ നിന്നും ഒരു ശബ്ദം പൊങ്ങി, പ്രിയപ്പെട്ട ജവഹർലാൽ, താങ്കൾ ആ ബില്ല് പാസാക്കരുത്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സമുദായത്തിൽപ്പെട്ട കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മതത്തിന്റെ മൗലിക പ്രമാണത്തിന് എതിരാണത്. അതുകൊണ്ട് താങ്കൾ ആ ബില്ല് പാസാക്കരുത് എന്ന് പറഞ്ഞപ്പോ പണ്ഡിറ്റ് നെഹ്റു ഈ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എക്കാലഘട്ടങ്ങളിലെയും ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയൻ ജനാബ് ബി പോക്കർ സാഹിബിന്റെ ശബ്ദമായിരുന്നു അത്. പോക്കർ സാഹിബ് പറഞ്ഞു, എന്റെ ഈ ഒറ്റപ്പെട്ട ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ മൗലിക പ്രമാണത് ശരീഅത്തിന് വിരുദ്ധമായ ഒരു ബില്ല് നിങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ പോക്കർ സാഹിബിന്റെ ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് ആ ബില്ല് പാസാക്കുവാൻ നെഹ്റുവിന് കഴിഞ്ഞില്ല. അങ്ങനെ നെഹ്റു ആ ബില്ല് പിൻവലിച്ചു. പാർലമെന്റിന്റെ സഭ പിരിച്ചുവിട്ടപ്പോ ഓരോരുത്തരും പോക്കർ സാഹിബിനെ അഭിനന്ദിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ചീറിപ്പാനി വന്ന് അയാൾ പോക്കർ സാഹിബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ പോക്കർ സാഹിബ്, താങ്കൾ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനം സംരക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് അബുൽ കലാം ആസാദ്? ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് മൗലാന അബുൽ കലാം ആസാദ്. ഈ ആസാദ് മൗനിയായ സ്ഥലത്ത് ഈ പോക്കർ സാഹിബിന് വാചാലനാവാൻ സാധിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ സുചിന്തിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത്, ഈ നൈതികമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഗമിക്കുക. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ, മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ശങ്കരാതം മുടക്കിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇവിടെയുള്ള RSSകാരൻ, ഇവിടെയുള്ള BJPക്കാരാണ് രാജ്യസ്നേഹത്തെ കുറിച്ച് വാചാലനാകുമ്പോ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച രീതിയിലുള്ള ഒരു രാജ്യസ്നേഹം ഇന്ത്യ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചത് ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് കാണിക്കുവാൻ കഴിയുക? 1942 ആഗ്രക്കടുത്ത ബർദേശർ എന്ന പ്രദേശത്ത് ഒരു സംഘം സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതി ആവശ്യപ്പെടാതെ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ക്ഷണിക്കാതെ സ്വമേധയാ ഒരാൾ കോടതി മുറിയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര യത്നത്തിന് ചുക്കാൻ പിടിച്ച മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുഖത്തു നോക്കി ഇവർ കലാപകാരികളാണ് എന്നും ഇവർ ക്രൂരന്മാരാണ് എന്നും ഇവരെ ക്രൂരമായ ശിക്ഷക്ക് വിധേയമാക്കണമെന്നും ബ്രിട്ടീഷ് സർക്കാരിനോട്, ബ്രിട്ടീഷ് കോടതിയോട് ആവശ്യപ്പെട്ട അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന മനുഷ്യനെ
ഏറ്റവും വലിയ സംഭൂജ്യനായ നേതാവായി നടക്കുന്ന ഇവിടുത്തെ RSSകാർക്ക് എന്ത് രാജ്യസ്നേഹമാണുള്ളത്? എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറയാനുണ്ട്. അഭിമന്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ അടുക്കലേക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പണ്ഡിറ്റ്ജി, അല്ലയോ ഖായിദെ മില്ലത്ത്, താങ്കൾ അതിർത്തിയിൽ യുദ്ധം നടക്കുന്ന വിവരമറിയുമല്ലോ. എന്തെങ്കിലും യുദ്ധഫണ്ടിലേക്ക് സംഭാവനയായി നൽകണമെന്ന് പറഞ്ഞപ്പോ സമ്പന്നതയുടെ മടിത്തിൽ പിറന്നു വീട് പരമദരിദ്രനായ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, സാമ്പത്തികമായി സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എനിക്ക് ഒരു മകനുണ്ട്. ഒരു ചെറിയ പനി വന്നാൽ പോലും ഞാൻ ഉറക്കമളിച്ച് കാവലിരിക്കുന്ന എന്റെ സ്നേഹബാധനമായ ഒരു പൊന്നുമോൻ എനിക്കുണ്ട്. ആ മകനെ രാജ്യത്തിന്റെ പോർക്കളത്തിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഈ ശത്രുക്കളോട് ഏറ്റുമുട്ടുന്ന രാജ്യത്തിന്റെ ധീരവാന്മാരെ സഹായിക്കുവാൻ ഞാനിതാ എന്റെ പുന്നാരമോനെ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നെഹ്റുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള രാജ്യസ്നേഹം പ്രകടിപ്പിച്ച മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടി. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തെ മാറോടണച്ചു പിടിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് കാണിച്ചിട്ടുള്ള ആത്മമായ മാതൃക എക്കാലത്തും മതസൗഹാർദ്ദത്തിന് മതേതരത്വത്തിൽ അധിഷ്ഠിതമായ മാർഗമാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചത്. നമുക്കറിയാം, ഇവിടെ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പലരും E.T.യോട് പറഞ്ഞു, കേരളത്തിൽ ഒരു അറബിക് യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊണ്ടുവരണം. ആ സമയത്ത് E.T. പറഞ്ഞു, ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ഹിന്ദു സഹോദരന്മാരുടെ വേദഭാഷയായ സംസ്കൃതം പഠിപ്പിക്കുവാൻ ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി വരുന്നതുവരെ ഒരു അറബിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആലോചിക്കുവാൻ ഈ ബഷീറിന്റെ മതേതരബോധം അനുവദിക്കില്ല എന്ന് പറഞ്ഞ E.T. എന്ന അനുപമമായ മതേതരവാദിയെ നിർമ്മിച്ചെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ, തളർത്താൻ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് വെച്ച് പറഞ്ഞില്ലേ, മുസ്ലിം ലീഗ് ചത്ത കഴുതയാണെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിനെ ഒരു നിമിഷ നേരം പോലും അംഗീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ല, എന്റെ പ്രസ്ഥാനത്തിന് സാധ്യമല്ല എന്ന് നെഹ്റു പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ ഒരു നിമിഷ നേരത്തേക്ക് പോലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച അതേ നെഹ്റുവിന്റെ കുടുംബം, അതേ നെഹ്റുവിന്റെ പാർട്ടി കേന്ദ്രത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം നൽകി അതിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ സിരകളിലൂടെ ഒരു തുള്ളി രക്തമൊഴുകുന്ന കാലത്തോളം മുസ്ലിം ലീഗിനെ വളരാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് മദ്രാസ് അസംബ്ലിയിൽ വെച്ച് പ്രഖ്യാപിച്ച ഡോക്ടർ സുബ്ബരായൻ. എന്നാൽ ഇന്ന് മദ്രാസ് അസംബ്ലിയിൽ ആ സുബ്ബരായന്റെ ആക്രോശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതേ മദ്രാസ് പട്ടണത്തിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ഘടകം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അറബി ഭാഷയും ഉറുദു ഭാഷയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോ തമിഴകത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ ആവശ്യം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല നോക്കിയത്, മുസ്ലിം ലീഗിന്റെ ആ പ്രമേയം നെഞ്ചിൽ തൊട്ട് സ്വീകരിച്ച ചരിത്രമാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൃത്യമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എക്കാലഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് മതസൗഹാർദ്ദത്തിന്റെ മതേതരത്വത്തിന്റെ മാർഗത്തിലൂടെയാണ് മുസ്ലിം ലീഗ് എക്കാലഘട്ടങ്ങളിലും സഞ്ചരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നൊന്ത് പ്രസവിച്ച പുന്നാര മോന്റെ മയ്യത്തനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് കൊമ്പരം താങ്ങാനാവാതെ പൊട്ടിക്കരയുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിൽ ഇനിയുണ്ടാവാതിരിക്കാൻ, താങ്ങും തണലും സാന്ത്വനവുമേകേണ്ട ഭർത്താവിന്റെ ക്രൂരതകൾ കണ്ട് വിറങ്ങലിച്ചു വിമ്പുന്ന ചുണ്ടുകളോടെ സ്വന്തം ജീവിതത്തെ തന്നെ ശപിക്കുന്ന ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകാൻ വിധിക്കപ്പെടുന്ന നസീറിന്റെ ഭാര്യമാരെ പോലുള്ള യുവതികളുടെ ദുര്യോഗം ഇനി ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് ഗമിക്കുക. എല്ലാ മതങ്ങളും ശാന്തിയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്.